ഫോളോ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട് 500 നേരെ വ്യൂസ് കൂടുന്നു 30,000 ആവുന്നു. അപ്പോൾ ഞാനും ഞെട്ടി ശരിക്കും പറഞ്ഞാൽ ഇത്ര കാരണം എനിക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു സംഭവം. ഇപ്പം പൈസ കിട്ടിയല്ലേ? എത്ര ഡോളർ വന്ന്? 151. എൻ്റെ കൂടെ ബൗൺസറായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഷബന പട്ടാമ്പിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കാരക്കൂത്ത് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് യൂട്യൂബിൽ ഫസ്റ്റ് ടൈമിൽ ഒരാൾ സക്സസ് ആയത് ഷബനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് സക്സസ്സിലേക്ക് വന്ന ഒരാൾ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറേ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈനിൽ ചെയ്യാൻ നോക്കിയിട്ട് എങ്ങനെയും പറ്റുന്നില്ല. അവസാനം എനിക്ക് ഇവിടെ പാലക്കാട് ഒരു ക്ലാസ്സിൽ വരേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഇതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നേരിട്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. അതിനായിരിക്കാം ഈ മുടക്കങ്ങളെല്ലാം വന്നെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഷബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആൾക്ക് കുറച്ച് പേടിയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഷബിന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണ്? നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ, എപ്പോഴാണ് അങ്ങനെ വിചാരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു തുടക്കം എപ്പോഴായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. തുടക്കം 1 വർഷം മുന്നെയാണ് തുടങ്ങിയത്. അത് മക്കളെ ആലോചിച്ചിട്ടാണ് തുടങ്ങിയത്. അറ്റിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർക്കൊരു താങ്ങാവാൻ വേണ്ടിയിട്ടാണ്. അത് ആരെങ്കിലും കണ്ടിട്ടാണോ തുടങ്ങാൻ? ഇങ്ങനെ ഇല്ല, അങ്ങനല്ല. ഞാനങ്ങോട്ട് തുടങ്ങി. എന്നോട് എൻ്റെ കുഞ്ഞുമ്മ എപ്പോഴും പറയും എനിക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ, വീട്ടിൽ വെറുതെ മക്കളായിട്ട് ഇരിക്കുകയല്ല, അപ്പം എന്തെങ്കിലും ഒരു വരുമാനം എങ്ങനെയും കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് ആണ് തുടങ്ങിയതാണ്. പെട്ടെന്ന് മോണിയാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ തുടങ്ങി ഒന്നും അറിയാണ്ടാണ് തുടങ്ങിയതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ബിറ്റിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ഡ്രസ്സെങ്കിലും എൻ്റെ ഭാഗം വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ എപ്പോഴാണ് പിന്നെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനൽ കണ്ടത്? ഞാൻ ടെക് ചാനൽ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കി. അതിൻ്റെ മുമ്പൊന്നും ഞാൻ അങ്ങനെ ചാനൽ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ടെക് ചാനൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സാബർക്കാടെ ഒരു പുറത്തിരുന്നിട്ട് വീഡിയോസ് ഉണ്ടാവല്ലോ, പുറത്തിരുന്നിട്ട് അത് ഞാൻ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരൊഴുക്കിലിങ്ങനെ കഥമായിരിക്കും ഭരണമായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അതിലിരുന്നിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് മനസ്സിലായി. പിന്നെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ സാബർക്ക്, എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ എപ്പോഴും വരുന്ന കമൻറ്റാണ് ഒരുമിച്ച് മുന്നേറുക എന്നുള്ളത്. ഇത് കണ്ട് മടുത്തിട്ട് ഞാൻ പറഞ്ഞൊരു ദിവസം വീഡിയോയിൽ, നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്, നിങ്ങളുടെ ചാനൽ എന്താണെന്നും നിങ്ങൾ എവിടെയാണ് സ്ഥലമെന്നും എന്തിനാണ് തുടങ്ങിയതെന്നും നിങ്ങളുടെ ആവശ്യം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ സബ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. പക്ഷെ ഒരു കമൻറ്റ് വന്നു, പെട്ടെന്നൊരു കമൻറ്റ് വന്നു. ഞാനിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഷബന പട്ടാമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചു ആരാൾക്കിത്, ഞാൻ വെറുതെ ഒന്ന് വായിച്ചു നോക്കി. അപ്പം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചാനലെടുത്ത് നോക്കി. ഞാൻ എല്ലാവരുടെയും ചാനലെടുത്ത് നോക്കും. കമൻറ്റിൽ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ ആദ്യം ചെയ്യാൻ നേരെ പോയിട്ട് ചാനൽ നോക്കും. ചാനൽ നോക്കിയിട്ട് ഈ ആളിടുന്ന വീഡിയോ കണ്ടാൽ അറിയാം ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്ന് അറിയാം. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ആൾ ഓക്കെ ചെയ്യുന്നുണ്ട്, വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് തോന്നിയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു. നീ ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ ടീമുമായിട്ട് കണക്ട് ചെയ്താൽ മതി, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുതരും, നീ എനിക്കും മെസ്സേജ് അയച്ചോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഇവള് മെസ്സേജ് ഒന്നും അയക്കൂല. എന്തായാലും എൻ്റെ ഒരു ഇതിൽ ഞാൻ കൊടുത്തു, നമ്പർ കൊടുത്തു. പിറ്റേ ദിവസം മെസ്സേജ് വന്നു, ഇന്നലെ കമൻറ്റ് ഇട്ട ആളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ തമ്പനയിലെ എൻ്റെ ടീമിൽ 2 പേരുണ്ട്, അവരെ ഏൽപ്പിച്ചു തമ്പനയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ട് എന്നിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയത്. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട ശേഷം എത്ര വ്യൂസ് വന്നു? ഞെട്ടിയ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബേഴ്സും സാറ് പറഞ്ഞില്ല എൻ്റെ ജീവിതകഥ എന്താണെന്ന് പറയണമെന്ന്. ഞാൻ അങ്ങനൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ഇട്ടായിരുന്നില്ല അങ്ങനെ ഒന്നും. സാബർക്ക് പറഞ്ഞതിൻ്റെ ശേഷമാണ് അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്. മറ്റേത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ജീവിതം ആണ്ട് ഇടുമായിരുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് 2 മിനിറ്റ് 1 മിനിറ്റ് അങ്ങനെയൊക്കെ കണ്ട് ഇടായിരുന്നു വീഡിയോ. പക്ഷേ സാബർക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം എന്താണെന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആക്കി പറഞ്ഞത്. അതിന് ശേഷമാണ് 500 സബ്സ്ക്രൈബേഴ്സ് അപ്പം ഉണ്ടായിരുന്നത്. അത് ഞാൻ ചോദിച്ച് മേടിച്ചതായിരുന്നു. എല്ലാവരോടും ഞാൻ അങ്ങനെ സബ് ചെയ്യോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മേടിച്ച സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. എൻ്റെ ജീവിതം പറഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ആ ഒരൊറ്റ വീഡിയോക്ക് 3000 പേരെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോക്ക് കിട്ടിയത്. ആ വീഡിയോ ആണ് കയറിപ്പോയത്. 30,000 മേലെ ആൾക്കാർ വ്യൂസ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് സബ്സ്ക്രൈബ്. സാധാരണ ഈ വ്യൂസ് കയറി കഴിഞ്ഞാൽ സബ് കൂടൂല, പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഷബനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട് 500 നേരെ
വ്യൂസ് കൂടുന്നു 30,000 ആവുന്നു. അപ്പോൾ ഞാനും ഞെട്ടി ശരിക്കും പറയാം. ഇത്ര കാരണം എനിക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു സംഭവം മൂപ്പര് കയറി പോകും എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് പുഷ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സബ്ബും വന്നു. പിന്നെ കമൻസ് നോക്കിയപ്പോൾ ഭയങ്കര സപ്പോർട്ടിങ് കമൻറ്റ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് കമൻ്റായി. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ മനസ്സിലെപ്പോഴും വിചാരിക്കും ഷബ്നേൻ്റെ നാട്ടിൽ പോയിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ വരുമെന്ന് എപ്പോഴും പറയും. ഞാൻ നിൻ്റെ വീട്ടിലൊരിക്കൽ വരും എന്ന് പറയും. പക്ഷേ ആ വരാൻ വേണ്ടിയിട്ടാണ് തോന്നി കുറേ ഇതൊക്കെ ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് പെയ്ഡായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് സബ്സ്ക്രിപ്ഷനുള്ള ടൈമായിരുന്നു. അപ്പോൾ അത് ഈ ജനുവരി 26 തീരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഈ ജനുവരി 26 ലാസ്റ്റ് നമ്മൾ ശ്രമിച്ചിട്ടും ആയില്ല. അപ്പം പിന്നെ അത് സബ്സ്ക്രിപ്ഷൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ഇൻ്റർവ്യൂ എപ്പോഴാണ് നടക്കുക. പക്ഷേ എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ മോണിറ്റൈസേഷനൊക്കെ എത്ര കഴിഞ്ഞിട്ടാണ് ആയത്? 4 മാസം കൊണ്ട്. 4 മാസം ആകുമ്പോഴേക്കും മോണിറ്റൈസേഷൻ ആയല്ലേ. എന്നിട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ പറ്റി. അപ്പോൾ ഇവിടെ ആഡ്സെൻസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് എന്തായിരുന്നു ഐഡിയൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആഡ്സെൻസിൽ ഒരു ഐഡിയൻ്റെ ഇഷ്യൂ വന്നിട്ട് എന്താ കഥ എന്താ അറിയോ, ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തു ഇതൊക്കെ ആക്കിയിട്ട് മോണിറ്റൈസേഷനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ID വെരിഫിക്കേഷൻ ഫെയിലായി. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷബ്ന പട്ടാമി എന്നാണല്ലോ പറയാം. അപ്പോൾ ഇവളെ യഥാർത്ഥത്തിൽ ഐഡിയൻ്റെ പേര് പറയാം. എൻ്റെ ഐഡിയ എന്തായിരുന്നു ഷബ്ന എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും മിസ്മാച്ചായി. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഷബ്ന പട്ടാമി തന്നെയല്ലേ പേര്, പിന്നെ എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. അങ്ങനെ ID വെരിഫിക്കേഷൻ പിന്നെ ഇവള് ചെയ്തപ്പോൾ 3 പ്രാവശ്യം കണ്ടിന്യൂസ് കൊടുത്തു. അത് കംപ്ലീറ്റ് ഫെയിലായി. ആ ആഡ്സെൻസ് പോയി. അന്ന് എത്ര ഡോളർ ഉണ്ടായിരുന്നു അതിൽ? $40 അടുത്തെത്തിണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സാധിക്കുക നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട എല്ലാം പോയില്ല. ഞാൻ പറഞ്ഞു നീ അതൊന്നും പേടിക്കണ്ട, എന്നും വരും, എന്നും നമുക്ക് വരുത്തിക്കാന്ന് പറഞ്ഞിട്ടാണ്. കാരണം ആളപ്പോഴേക്ക് കുറച്ചൊന്ന് ഡൗൺ ആയി. കാരണം സക്സസിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലേ, എന്തായിരുന്നു ഫുള്ള് നിർത്തിപ്പോകാൻ തോന്നിയാ? അങ്ങനെയല്ല, എനിക്ക് ഒക്കെ പോയി നോക്കുമ്പോൾ ഇനി സബ്സ്ക്രൈബേഴ്സ് ആയതും എല്ലാതും പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ആദ്യം മുതൽ ഇനി കൊണ്ടുവരാൻ പറ്റുമോന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ സാബർക്കാരുടെ സപ്പോർട്ടുള്ള കാരണം ഞാൻ മുന്നോട്ട് പോയി. സപ്പോർട്ട് വന്നാൽ പിന്നെ എനിക്കൊരു വിഷമമായി. കാരണം ഇത്രയും സബ്ബൊക്കെ അല്ല പൈസ ഒക്കെ ആക്കി വെച്ചിട്ട് അത് പോകാന്ന് പറഞ്ഞാൽ $40 ആക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരും തകർന്നു. ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും സംഭവം സെറ്റാക്കാൻ പറ്റും. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ ശരി. പിന്നെ അതിന് ശേഷം ഇപ്പം പൈസ കിട്ടിയല്ലേ? എത്ര ഡോളർ വന്ന്? $151 ആയിട്ടുണ്ടായിരുന്നു. പൈസ വന്ന് കിട്ടിയാ? എത്ര പൈസ ഉണ്ടായിരുന്നു? 13,700. അപ്പോൾ പൈസ കിട്ടിയല്ലോ, ആഗ്രഹിച്ച പൈസ കിട്ടിയല്ലോ. അപ്പം പിന്നെ ആൾക്ക് ഇപ്പം പൈസ കിട്ടി. ഇനി സെക്കൻഡ് അടുത്ത ഡോളർ ഇപ്പോൾ ചാനൽ വീഡിയോസ് ഒക്കെ റീച്ച് ഉണ്ട്. എന്താ അവസ്ഥ? ഇപ്പോൾ 4,000-5,000 വ്യൂസ് ഒക്കെ മതി. അത് മെല്ലെ മെല്ലെ കയറി പോയിക്കോളും. ഞാൻ പെട്ടെന്ന് സക്സസ് ആവാനേ പാടില്ല. 1 ലക്ഷം 2 ലക്ഷം വന്ന് അതോടുകൂടി തീരും. അതിനേക്കാളും നല്ലത് 5,000 10,000 15 ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. കാണുന്നവർ ഫുള്ളായി ഫാൻസ് ഒക്കെ ആയ എന്താണ് നമ്മള് പുറത്ത് പോകുമ്പോ അങ്ങനെ അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെ വേഗം തിരിച്ചറിയണത് മക്കളെ വീഡിയോയിൽ അങ്ങനെ സ്കൂളിലൊക്കെ പിന്നെ ഭയങ്കര സ്റ്റാറായ അങ്ങനെ. നമ്മള് ഇവിടെ പുറത്ത് ചങ്ങരംകുളം കോക്കൂര ഭാഗത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് മക്കളെ കണ്ടിട്ടാണ് ഏറെ മനസ്സിലാവുന്നത്. ഇന്നെ കാട്ടിയ മക്കളെ ഞാൻ കൂടുതൽ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്ര കുട്ടികളുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. എനിക്ക് 4 മക്കളാണ്. അപ്പൊ നമ്മൾ ഷബ്നേന്റെ മക്കളാണ്. ഇവരെ പേരെന്തൊക്കെയാ? ഹൈസിൻ, ആയിഷ, ഫാത്തിമ മൂത്തതല്ലേ? ഇത് ഹൈസിൻ, ഹെൻസ. ഇവനാണ് ഹൈസിൻ. നിന്റെ പേര് പറഞ്ഞേ? ഹൈസിൻ. നീ പറയാം നിന്റെ പേര്? അവരെന്നെ പറഞ്ഞത്. പിന്നെ ആരും സ്കൂളിൽ പോയില്ലല്ലേ ഇന്ന്? ഇപ്പൊ എന്താണ് ഞാൻ വരുന്നോണ്ടാ? ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് 4 പേര് സ്കൂളിൽ പോകാണ്ട് കളിച്ചോണ്ടിരിക്കും. എവിടെ സ്വന്തം വീട്? ഇതല്ലല്ലോ സ്വന്തം വീട് കോക്കൂര്, ചാലിശ്ശേരി കോക്കൂരല്ലേ? എനിക്ക് ഈ നാടൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചാലിശ്ശേരി കോക്കൂരാണ്. അവിടെ എനിക്ക് 2 ഏട്ടത്തികളും പാലക്കാട് ജില്ലയിലാണ്. ഇതിപ്പോ പാലക്കാട് ജില്ല തന്നെ. അവിടെ പാലക്കാട് ജില്ല. 2 ഏട്ടത്തികളും 1 അനിയനും ആണ് അവിടെ. ഉമ്മിപ്പയും പിന്നെ കുഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് വന്ന് കുറേ 10 കൊല്ലമായി. 10 കൊല്ലമായി. ഭർത്താവ് ഉണ്ടായിരുന്നു കേട്ടോ. മൂപ്പര് എന്തുവാ ഞാൻ വീഡിയോയിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. മൂപ്പര് പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയത് കുട്ടികളെ കൂട്ടിയിട്ട്.
അപ്പം മൂപ്പര് വരും. പിന്നെ എന്താണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവസ്ഥകളൊക്കെ? വീടിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ പെങ്ങളുടെ വീടാണ് ഈ വീടും സ്ഥലവും. ഫ്രണ്ടിൽ ഒരു 3 സെൻറ്റ് സ്ഥലം നമുക്കുള്ളത്. പിന്നെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ ഏരിയയിൽ കുറേയൊക്കെ വീടുകൾ ഇങ്ങനെയുള്ളതാണ് അല്ലേ? ചെറിയ ഒരു തറവാട്, തൊട്ടപ്പുറത്തൊരു വീട് ഞാൻ കണ്ടു, ഒരു തറവാട് പോലത്തുള്ള വീടും കാര്യങ്ങളൊക്കെയാണ്. ഇനി എന്താണ് ചാനലിനെ കുറിച്ചിട്ടും ഇതൊക്കെ ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇപ്പം ഈ ചാനൽ? ആഗ്രഹമുണ്ട് ഒരു വീട് ആവണമെന്ന്. പക്ഷെ വീടാവണമെങ്കിൽ എന്താ അറിയോ, വീടാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ കയറി വരണം. വീഡിയോ കയറി വരണമെങ്കിൽ നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്താലേ നമ്മളെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുള്ളൂ. ഇപ്പം മക്കളുടെ പേരും നിന്റെ പേരൊക്കെ ആൾക്കാർക്ക് അറിയുമോ? എല്ലാവർക്കും അറിയാം. അതാണ് മെയിനായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മളെല്ലാവരെയും ചാനലിലൂടെ എല്ലാവർക്കും അറിയാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ പാലക്കാട് വന്ന് പിന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി 1-2 പേര് വന്നിട്ടുണ്ട് ഇവിടെ എത്തി. അപ്പോൾ നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പണമൊക്കെ പിന്നെയാണ്, പണം ഇതിന് പിന്നാലെ ഇങ്ങനെ വന്നോളും. ഷബിനപ്പം സീറോ എന്നല്ല, ഒരു 500 സബ്സ്ക്രൈബേഴ്സും തുടങ്ങിയിട്ട് ഇവിടെ വരെ എത്തി. ഇപ്പം എത്ര സബ് ഉണ്ട് ടോട്ടൽ? ഇപ്പോൾ 18,000-ൻ്റെ അടുത്ത് ആവാനായി. 18,000 ആയല്ലേ? എന്നേക്കാളും വലിയ സബ്ബായല്ലോ. എനിക്കിതൊക്കെ പറഞ്ഞു കൊടുത്താൽ എനിക്ക് 15,000 അല്ലേ? അപ്പോൾ ആൾക്കാർ കണ്ട് സബ് ചെയ്താലേ ഇതൊക്കെ വ്യൂസും സബ്ബൊക്കെ വരുള്ളൂ. പിന്നെ അപ്പോൾ നീ പറ, എന്താണ് എനിക്ക് പറയാനുള്ളത്? പിന്നെ ഈ ഒരു ജേണിയിൽ എനിക്ക് എന്ത് തോന്നി? എല്ലാവരോടും സബ് ചോദിക്കണം എന്ന് തോന്നിയോ അങ്ങോട്ടേക്ക്? ഞാൻ സബ് ചോദിച്ചതിൻ്റെ ഒരു മണ്ടത്തരായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. 500 ഉള്ളപ്പോൾ എല്ലാവരോടും നടന്ന് സബ് ചോദിച്ചു. എല്ലായിടത്തും നമ്പർ വാങ്ങിയിരുന്നു ഞാൻ സബ്. പിന്നെ ഏതെങ്കിലും കടയിൽ കയറുമ്പോഴും ഇങ്ങനെ ചാനൽ പറഞ്ഞു കൊടുത്തിട്ട് സബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് മുന്നേറാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കമന്റ് ഇടും, എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇരുന്നു കേട്ടോ. നമുക്ക് സബ് ആയിരുന്നല്ലോ നമുക്ക് ആവശ്യം എന്ന് വിചാരിച്ചിങ്ങാണ്ട്. പക്ഷെ ഞാനും ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും എത്തില്ല, എനിക്കൊക്കെ എന്തായിരുന്നു, എനിക്ക് ആ മക്കളെ നോക്കി അവിടെ കുത്തിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, അവരിപ്പം എൻ്റെ വിജയം കണ്ടിട്ട് ചാനൽ തുടങ്ങിയിട്ടില്ല, അവരെന്നെ ഇപ്പം എൻ്റെ വിജയിച്ചിട്ടുള്ളത് ഇപ്പം അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും തിരിച്ചിനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ വിജയിച്ചത് അവർ കണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല, അവരോട് ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ മാത്രം ശ്രദ്ധിക്കുക. സബിനോ എന്താണ് വാച്ച് അവറോ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പം എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെയാണ് സാബിർക്ക എൻ്റെ വീഡിയോ ഷെയർ ചെയ്തതും സാബിർക്കയുടെ ഗ്രൂപ്പിലേക്ക് എന്നെ ജോയിൻ ആക്കിയതും. അതിലുള്ളവരോടൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ വീഡിയോ സാബിർക്ക കണ്ടപ്പോൾ തന്നെ സാബിർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ആൾക്കാർ കാണും, വ്യൂസ് വരും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, അത് ഇപ്പം എങ്ങനെ എന്താണെന്നും എനിക്ക് അറിയണമെന്നില്ല. പക്ഷെ എൻ്റെ പെട്ടെന്നൊരു വളർച്ചയായിരുന്നു ചാനലിൽ സംഭവിച്ചത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം കൊണ്ടാണ്. അതെ അതെ അതെ. അതെ അതെ. എന്നെ ഒരു ടെൻഷനായിരുന്നു, സബ് കൂടുമ്പോഴും ടെൻഷനായിരുന്നു, എനിക്ക് പേടിയായിരുന്നത് എന്താപ്പം ഇത് വെച്ചിട്ട്. ഇടക്കിടക്ക് ഫോൺ എടുത്ത് നോക്കുക, അപ്പോൾ 1000-ന്ന് പെട്ടെന്ന് 2000 ആയിട്ടുണ്ടാവുക. അങ്ങനെയായിരുന്നു എനിക്ക് തന്നെ ഒരു വിശ്വാസം. അത് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി, പ്രവാചക വൈദ്യം എന്ന് പറഞ്ഞിട്ട്. ഈ പേജ് 1000 ആയിരുന്നു ഉണ്ടായത്. ഈ പേജ് പെട്ടെന്ന് 2000, 3000, 4000, 5000. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പേജിന് ഇത് വേണം പറയും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നീ അത് വേഗം പോയിട്ട് സ്റ്റോപ്പ് ആക്കരുത്. ഞാൻ ഈ ഉമ്മ പറഞ്ഞ് പേടിപ്പിച്ചു തന്നെ. അപ്പം ഞാൻ ഇപ്പോഴല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം ഞാൻ അനിയത്തിന് പറഞ്ഞപ്പോൾ അവൾ അതിലേക്കാളും അവിടെ വന്ന് ആരെങ്കിലും ടെററിസ്റ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നീ ഇന്നൊക്കെ ചെറുതെന്തെങ്കിലും പറയാം. അപ്പോൾ അവസാനം എന്ത് ചെയ്തു, ഫേസ്ബുക്ക് ലോഗൗട്ട് ചെയ്ത് വെച്ചു പേടിച്ചിട്ട്. പിന്നെ ഞാൻ അത് ഓപ്പൺ ആക്കുമ്പോഴേക്ക് 8000 മറ്റോ ആയി. ഇപ്പൊ പിന്നെ കുറേ നോക്കാത്തത്. ഇതേപോലെയാണ് സബ് പെട്ടെന്ന് കൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സബ് കൂടിയാലും ടെൻഷനാണ്, സബ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനാണ്. അപ്പൊ ഇതെന്താ അറിയോ, ചില ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവർ കയറിപ്പോവോ ഇല്ലയോ, ഇവർ എന്തുകൊണ്ടാണ് അത് കയറി പോവാത്തത്, എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ചാനൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആൾ പറയുന്നതൊക്കെ ഓക്കെയാണ്, പിന്നെയുള്ള പ്രശ്നം കുറച്ച് മൈക്കില്ല, ട്രൈപോഡില്ല, അങ്ങനെയുള്ള അത് നമ്മളെ സംബന്ധിച്ച് ഇഷ്യൂ അല്ല. അത് പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു മോഡ് ഇങ്ങനെ പിടിച്ചിട്ട് പോവുക, കറക്റ്റായിട്ട് തമ്പനെയിൽസ് ചെയ്യുക. തമ്പനെയിൽസൊക്കെ ചെയ്യുമ്പോഴാണ് മാറ്റം വന്നത്. പിന്നെ
വേറൊരു കാര്യമുണ്ട്, ചിലവിടെ ചാനലിൽ നിൻ്റെ തമ്പനയിൽ മാറ്റിയപ്പം ചിലത് വീഡിയോസ് ഡൗൺ ആയിരുന്നില്ലേ, ചില വീഡിയോസ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, അതായത് തമ്പനയിൽ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിനും ഭയങ്കരമായിട്ടുള്ള തമ്പനയിൽസ് കൊടുക്കരുത്. കാരണം ഷബ്ന ആരാണെന്നും ഇവരുടെ ചാനൽ എന്താണെന്നും അത് ഏത് ലെവലിലുള്ള ചാനലാണെന്നും ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ ചാനലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സിനിമക്ക് കൊടുക്കുന്ന പോലെ തമ്പനയിൽസ് കൊടുത്താൽ ആ ചാനൽ ഫെയിലാവും. അപ്പോൾ ജസ്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് 1-2 ലൈനിൽ എഴുതി കൊടുക്കാൻ എന്നുള്ള ഒരു സ്ട്രാറ്റജീസ് പിന്നെ നമ്മൾ കൊണ്ടുവന്നു. ഞാൻ അവരോട് പറഞ്ഞു, നീ ഇനി അങ്ങനെ ചെയ്യണ്ട, ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി, സാധാരണ ടെക്സ്റ്റിൽ ഇങ്ങനെ ഇതാ. പക്ഷേ ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഓരോ ചാനലിലും അതിൻ്റേതായ സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറയുകയാണ്, ഇപ്പോൾ തമ്പനിയിൽ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് നേരെ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയത് ഇവിടെ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേറെ 1-2 ചാനലിലേക്ക് അത് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതായത് അടിപൊളി ആവരുത്, ഒരു മീഡിയം ലെവലിൽ പിടിക്കണം, ഭയങ്കര ഹൈ ആവരുത്, ഭയങ്കര ലോ ആവരുത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇട്ടാൽ ഇവളോട് എനിക്ക് അസൂയ തോന്നിയൊരു കാര്യമുണ്ട്. അസൂയല്ല, നമ്മളെ പണ്ടത്തെ പെരുന്തച്ഛനൊക്കെ ഇല്ലേ മറ്റേ ഉളിയിടുന്ന പരിപാടി, അതേപോലെ ഇതിനൊക്കെ ഇടണം എന്നൊക്കെ തോന്നിയത് എന്താ അറിയും, എന്നെ അവാർഡിന് വിളിക്കാണ്ട് ഇവർക്ക് അവാർഡ് കൊടുത്തു. എന്താ അവാർഡായിരുന്നു പറഞ്ഞു കൊടുത്തു? WCC അവാർഡാണ്. എന്ത് ഏറ്റവും ഇൻഫ്ലുവൻസർ അവാർഡ്, ഇൻഫ്ലുവൻസർ അവാർഡ് ഒക്കെ കൊടുത്തത്. എനിക്ക് ഇന്നേ വരെ ഒരാൾ ഒരു പിന്നെ എന്താ പറയുക ചോക്ലേറ്റ് പോലും ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു നിൽക്കില്ല. ഇവക്ക് പിന്നെ ആർക്കും ഉണ്ടായത് നമ്മുടെ ആർക്കലാർഡറിന്. പിന്നെ ആർക്കും ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ സുഹറ വ്ലോഗ് ചെയ്യുന്ന ഒരാളുണ്ട്. കണ്ടോ, ഇവർക്കൊക്കെ അതൊക്കെ ഒരു കാലത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ റമീനൊക്കെ പ്ലേ ബട്ടൺ കിട്ടി. കണ്ടല്ലേ, പ്ലേ ബട്ടൺ കിട്ടി. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ പറയും യൂട്യൂബിനോട് എനിക്ക് പ്ലേ ബട്ടണോ ഒന്നും തരണ്ട. ഒന്ന് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ് വരുമ്പോൾ വോയിസ് ചാറ്റ് ഇതൊന്നും എനിക്ക് തരൂല, അതും തരൂല. അതെല്ലാവർക്കും കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് എനിക്ക് തരിക വന്നില്ലേ. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഏറ്റവും ലാസ്റ്റ് എനിക്ക്. അപ്പോൾ ഷബ്നാൻ്റെ കാര്യങ്ങൾ കേട്ടു. ഇനി എനിക്ക് എന്നെ ഷബ്നാൻ്റെ വീട്ടിലേക്ക് എത്തിച്ച കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് നാടൊന്നും ഒരു വഴിയോ വരില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവിടാനും എൻ്റെ കൂടെ വരാനൊക്കെ കാണാനൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞാൻ കാണിച്ചത് ആരൊക്കെയാണ്, അവർ ചാനൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ ചാനലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ എവിടെയാ സ്ഥലം പറഞ്ഞു? എൻ്റെ പ്ലാമന്തോളിലാണ് സ്ഥലം. പിന്നെ ചാനല് മിക്കൂസ് വ്ളോഗ് അല്ലേ? രണ്ട് നായ്ക്കുട്ടികളുടെ ചാനലാണ് ഞങ്ങളുടെ. അമേരിക്കൻ പുള്ളി. ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. വേറെയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതിന് ഗുരുമാരാവും എന്നറിയില്ല. പറഞ്ഞോ. ഞങ്ങളുടെ ചാനല് ഫ്ലൈയിങ് ഫ്ലൈറ്റ് ബൈ ഷാനി എന്നാണ് പേര്. അപ്പോൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോനെ ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള രക്ഷിതാക്കൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള അമ്മമാർക്കും എന്തെല്ലാം സമൂഹത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലൊക്കെ. അതെ, അല്ല ഇവന് ശരിക്കും പിന്നെ ഇതിനേക്കാളും മോശം അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്താണ് ജനിച്ച ഉടനെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് നമ്മള് വീടിന് ഐശ്വര്യമാണ്, ബെഡേണാവെന്ന് പറഞ്ഞതാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എല്ലാവരും പറയുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ അമ്മേനെയും വെച്ചിട്ട് ഉള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ പല സമയത്തും നമ്മൾ ഒറ്റപ്പെടും. ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും എന്താണ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷെ ചില സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടാവും. ഒറ്റപ്പെട്ട പോലെയല്ല, എന്താണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാലേ നമ്മുടെ കുട്ടി പുറം ലോകം കാണുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങാതിരിക്കാനും പറ്റില്ല, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റില്ല. ഇവൻ്റെ ഒരു ജേണിയാണ് ഇവരുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളത്. അതും ഞാനീ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോറിയൊക്കെ ആയിട്ട് അവരുടെ മറ്റ് എക്സ്പീരിയൻസുകളൊക്കെ പറയാൻ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ എൻ്റെ കൂടെ ബൗൺസറായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പേരെന്താ, പേര് പറഞ്ഞോ? ഫൈസൽ. അപ്പോൾ മൂപ്പരാണ് എൻ്റെ കൂടെ നമ്മളിവിടെ എത്തിക്കാനൊക്കെ കൂടെ വന്നത്. അപ്പം അങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്, ഇവരുണ്ട്, എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഗ്യാതറിങ്